നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കോടഞ്ചേരി കണ്ണോത്ത് വീടിന് മുൻപിൽ പുലിയെ കണ്ടതായി ആശങ്ക. പെരുവയലിൽ സ്കൂട്ടറിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. അധ്യാപക ദിനത്തിൽ ഗുരുവാദരവുമായി കാരക്കുറ്റി യുവധാര ഗ്രന്ഥശാല. വാർത്തകൾ വിശദമായി. മാനിപുരം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 10 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പൊന്നാനി ഗേൾസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തൻഹ ഷെറിൻ ഒഴുക്കിൽപ്പെട്ടത്. കുട്ടിയുടെ പിതാവായ മുർഷിദ് കൊടുവള്ളി സ്വദേശിയും മാതാവ് പൊന്നാനി സ്വദേശിയുമാണ്. ഏറെക്കാലമായി പൊന്നാനിയിലായിരുന്നു ഇവരുടെ താമസം. പിന്നീട് ഇവർ കൊടുവള്ളിയിലേക്ക് താമസം മാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പിതൃസഹോദരൻ്റെ വിവാഹത്തെ തുടർന്ന് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയാണ് മാതാവും 12കാരനായ സഹോദരനും പിതൃസഹോദരനും ഭാര്യയും കുളിക്കടവിൽ എത്തിയത്. പാറയിൽ നിൽക്കുകയായിരുന്ന തൻഹ പുഴയിലേക്ക് വീണതിനെ തുടർന്ന് രക്ഷിക്കാനായി ആദ്യം ചാടിയ 12കാരൻ ചുഴിയിലകപ്പെട്ടു. പിതൃസഹോദരനാണ് ഇവനെ രക്ഷിച്ചത്. എന്നാൽ തൻഹയെ കണ്ടെത്താനായില്ല. മുക്കം, വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷ, സ്കൂബ ടീമംഗങ്ങളും നാട്ടുകാരും എൻ്റെ മുക്കം, കർമ്മ ഓമശ്ശേരി, സാന്ത്വനം, വൈറ്റ് ഗാർഡ് തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ ചേർന്ന് ഊർജിത തിരച്ചിൽ നടത്തിയിട്ടും വിദ്യാർത്ഥിനിയെ കണ്ടെത്താൻ സാധിച്ചില്ല. വെളിച്ചക്കുറവും പുഴയിലെ ഒഴുക്കും രാത്രിയിലെ തിരച്ചിലിന് വിഘാതമായി. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡ് കണ്ണോത്ത് നോർത്ത് പാലക്കൽ മൂത്തേടത്ത് ജോൺസന്റെ വീട്ടു പരിസരത്ത് പുലിയുടെ സാന്നിധ്യമെന്ന് ആശങ്ക. ഈ വീട്ടിലെ പട്ടിയെ പുലി ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. പരാതിയെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ബ്ലോക്ക് മെമ്പർ റോയ് കുന്നപ്പള്ളി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കോടഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യങ്ങൾക്കെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പെരുവയലിൽ ഡോക്ടറെ കണ്ട് മടങ്ങുന്നതിനിടെ സ്കൂട്ടറിടിച്ച് മധ്യവയസ്കയ്ക്ക് ദാരുണ അന്ത്യം. മാവൂർ കോഴിക്കോട് റോഡിൽ പെരുവയലിന് സമീപമാണ് സ്കൂട്ടറിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചത്. ചെറുപ്പ സ്വദേശിനി പുനത്തിൽ നബീസയാണ് മരിച്ചത്. പെരുവയലിൽ ഡോക്ടറെ കാണിച്ച് മടങ്ങുന്നതിനിടയിൽ എതിർദിശയിലെത്തിയ സ്കൂട്ടർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പേരക്കുട്ടിക്ക് സാരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികർക്കും പരിക്കുണ്ടെന്നാണ് വിവരം. അധ്യാപക ദിനത്തിൽ പ്രദേശത്തെ മുതിർന്ന അധ്യാപകരെ ആദരിച്ച് യുവധാര ഗ്രന്ഥശാല കാരക്കുറ്റി. ഗ്രന്ഥശാല പ്രസിഡന്റ് KC മുഹമ്മദ് നജീബിൻ്റെ അധ്യക്ഷതയിൽ പ്രദേശത്തെ ഏറ്റവും പ്രായം ചെന്ന അധ്യാപകൻ ചേക്കുട്ടി മാസ്റ്റർ, അധ്യാപകരായ MA അബ്ദുറഹ്മാൻ, KCC അബ്ദുള്ള അൻസാരി, കാരാട്ട് ഖാദർ, CTC അബ്ദുള്ള എന്നിവരെ ഗ്രന്ഥശാല സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റി പൊന്നാട അണിയിച്ച് ആദരിച്ചു. CTC അബ്ദുള്ള, ആദരവ് നേടിയ അധ്യാപകർ എന്നിവർ സംസാരിച്ചു. PT അബൂബക്കർ സ്വാഗതവും ലൈബ്രറിയൻ PP സുനിൽ നന്ദിയും പറഞ്ഞു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.